എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഫീസ് അടയ്ക്കേണ്ടതുണ്ടോ? അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ് അല്ലെങ്കിൽ കോളേജ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടമാണ് എങ്കിലും വിദ്യാർത്ഥികൾ ഈ ഒരു മാൻഡറ്ററി ഫീസായിട്ട് ഫീസ് അടയ്ക്കേണ്ടതുണ്ടോ? അതുപോലെ തന്നെ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഫീസ് അടയ്ക്കേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് ഇൻഡെക്സ് മാർക്ക്. അത് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്, ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ. അതുപോലെ തന്നെ ഫീസ് അടച്ച് വിദ്യാർത്ഥികളുടെ അതായത് പ്രൊഫൈലിൽ ആ ഒരു കാര്യം കാണിക്കുന്നില്ല എങ്കിൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ എൻ്റർ വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള ഭാഗത്ത് വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്യാനുള്ള ആ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ അടിയിലായിട്ട് കുറച്ച് നമ്പേഴ്സ്, അതായത് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് കാണാം. അതാണ് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വെരിഫിക്കേഷൻ കോഡ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കോഴ്സിൽ, ഏത് കോളേജിൽ, അതുപോലെ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജ് അല്ലെങ്കിൽ കോഴ്സ്, ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടിയും വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കാതിരിക്കാനോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടോ വിദ്യാർത്ഥികൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ജനറൽ കാറ്റഗറിക്ക് 990 രൂപയും SC/ST കാറ്റഗറിക്ക് 925 രൂപയുമാണ് ഈ ഒരു മാൻഡറ്ററി ഫീസ്, അതായത് യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ ഫീസ് ഇനത്തിലായിട്ട് അടക്കേണ്ടതായിട്ട് വരിക. ഈ ഒരു ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ലഭിക്കുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ 14 തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമായിരിക്കും അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുകയുള്ളൂ. ഇനി വിദ്യാർത്ഥികൾ എങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ എങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൊഫൈൽ പേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു പേ ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്കിവിടെ, അതായത് ഈ ഒരു FIUG ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ്, അതുപോലെ ഇവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് പേ ഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താണ് ഫീസ് അടയ്ക്കേണ്ടത്. വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഫീസ് വിവരങ്ങൾ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഈ ഒരു പേ ഫീസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഈ ഒരു അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ വിവരങ്ങൾ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുക. ഈ ഒരു ഫീസ് അടച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈലിൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ നമ്പേഴ്സും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മെയിൽ അയക്കാനുള്ള ആ ഒരു മെയിൽ ID-യും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇമീഡിയറ്റ്ലി ആയിട്ട് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഫീസ് അടച്ച ആ ഒരു ഡീറ്റെയിൽസ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫീസ് അടച്ചിട്ടില്ല എന്നാണ് കരുതുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടാൻ ഇടയാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അടുത്തതായിട്ട് ചോദിച്ച കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ആയാലും ഇഷ്ടമില്ലാത്ത കോഴ്സ് അല്ലെങ്കിലും വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഫീസ് അടക്കാതിരുന്നാൽ പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാകുകയും അതുപോലെ തന്നെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതും ആയിരിക്കില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് റിമൂവ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്കിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടി. നിങ്ങൾക്ക് ഇതിൽ മുകളിലുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇനി വേണ്ട, ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു
മുകളിലുള്ള ഈ ഒരു 4 ഓപ്ഷനുകളെ, അതായത് ഹയർ ഓപ്ഷനുകളെ നിങ്ങൾക്ക് റദ്ദ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിലീറ്റ് ചെയ്യും മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ കാരണവശാലും അത് തിരിച്ച് അതായത് ഈ ഒരു വീണ്ടും അത് തിരിച്ചിട്ട് അതായത് ഓപ്ഷൻസ് ആയിട്ട് വെക്കാനായിട്ട് നിങ്ങൾക്കൊരു അവസരം ലഭിക്കുന്നതല്ല. ഈ ഒരു അവസരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ റദ്ദ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ വെച്ച്, അതായത് ഈ ഒരു ഓപ്ഷൻസ് ആ ഒരു വേണ്ടാത്ത ഏത് ഓപ്ഷനാണോ അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് നൽകാനുള്ള അവസരം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു കാര്യമാണ്, ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥിക്ക് ആ ഒരു കോളേജ് മാറ്റാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക്, അതായത് ഈ ഒരു 14-ാം തീയതിയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത്. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുക. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ ലഭിച്ച ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് കോളേജിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ പോയിട്ട് എടുക്കുക. അപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ കോളേജിൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുത്ത് നിങ്ങൾ ഫീസൊന്നും അടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ അവിടെ സ്ഥിരപ്രവേശനം നേടാവുന്നതാണ്, അതായത് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പിന്നീട് വരുന്ന, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജ് ജോയിൻ ഒക്കെ വരുന്നത്. ഇപ്പോൾ ലഭിച്ച ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കോളേജിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുക. അത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് അലോട്ട്മെൻറ്റ് മെമ്മോയും അഡ്മിഷനൊക്കെ വരിക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ചിലപ്പോൾ നേരിട്ട് പോവേണ്ടതായിട്ടും ചിലപ്പോൾ വരില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ആ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് വരുന്ന സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് നൽകുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പുതുതായിട്ട് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മാറേണ്ടതായിട്ട് വരും. അതായത് ചില വിദ്യാർത്ഥികൾക്കുള്ള ഒരു കാര്യമാണ്, അതായത് ആദ്യം ഒരു ഓപ്ഷൻ കിട്ടി അവിടെ അഡ്മിഷൻ എടുത്തു, പിന്നീട് രണ്ടാമതായിട്ട് വീണ്ടും ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്തായിരിക്കും ആ ഒരു വിദ്യാർത്ഥി പറയുന്നത് എനിക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെ മതി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഓപ്ഷൻ വെക്കുന്ന സമയത്ത്, അതായത് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ആ ഒരു കോഴ്സ് മാറ്റേണ്ടതുണ്ടോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ചിന്തിക്കുക. ചിന്തിച്ച ശേഷം നിങ്ങൾക്ക് അത് ഉറപ്പാണ് ആ ഒരു കോഴ്സിന് മാറ്റണം, എനിക്കത് വേണ്ട എന്നുള്ള ഒരു തോന്നലാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിലേക്ക് അല്ലെങ്കിൽ കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാറാനായിട്ടുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അപേക്ഷിച്ച് അങ്ങനെ കോഴ്സ് മാറ്റം ലഭിക്കുകയാണ് എങ്കിൽ നിലവിലെ ആ ഒരു ടെമ്പററി അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു വാങ്ങിയിട്ട് നിങ്ങൾക്ക് ആ ഒരു പുതിയ കോളേജിലേക്ക് പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ 14-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.